വിശദമായ വാർത്തയിലേക്ക്. കൊല്ലത്തെ വിസ്മയ കേസിലെ തെളിവായ ശബ്ദരേഖ പുറത്ത്. ഭർത്താവ് കിരൺകുമാർ മർദ്ദിച്ചിരുന്നുവെന്ന് കരഞ്ഞുകൊണ്ട് വിസ്മയ അച്ഛനോട് പറയുന്നതാണ് ശബ്ദരേഖയിൽ. കിരൺകുമാറിന്റെ വീട്ടിൽ നിൽക്കാനാകില്ലെന്നും സഹിക്കാൻ സാധിക്കില്ലെന്നും വിസ്മയ പറയും. നിർത്തിയിട്ട് പോവാണെങ്കിൽ എന്നെ കാണത്തില്ലൊക്കെ നോക്കിക്കോ. ഞാനെന്തേലും ചെയ്യും, എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്കൊന്ന് വരണം, എനിക്ക് പേടിയാണ്. എനിക്കങ്ങ് വരണം, എനിക്ക് പറ്റത്തില്ല. കുഴപ്പമൊന്നുമില്ല. അടിക്കൂ, അതൊക്കെ ചുമ്മാ അതൊക്കെ ദേഷ്യം വരുമ്പോൾ പറയുന്നില്ല. അങ്ങനെയൊക്കെ തന്നെ മക്കളെ ജീവിതം എന്ന് പറയുന്നേ. എനിക്ക് പേടിയാണ്. അത് നേരത്തെ അല്ലേ, അത് നേരത്തെ അല്ലേ. കേസിൽ നാളെയാണ് കോടതി വിധി പറയുക. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഈ തെളിവായ ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതടക്കമുള്ള നിരവധി ശബ്ദരേഖകൾ പോലീസ് നേരത്തെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അതിന് അടിസ്ഥാനമായിരിക്കില്ലേ നാളെ വിധി വരിക? പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളിൽ ഒന്നാണ് ഈ ശബ്ദരേഖ. ഇത് വിസ്മയ സംഭാഷണമാണ്. ആ വീട്ടിൽ കിരൺകുമാറിൽ നിന്ന് നേരിടേണ്ടി വന്ന ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അച്ഛനോട് പറഞ്ഞതായിരുന്നു. ഈ തരത്തിൽ സഹോദരനോടും സഹോദരന്റെ ഭാര്യയോടും കൂട്ടുകാരിയോടും ഇത്തരം കാര്യങ്ങൾ വിസ്മയ പങ്കുവച്ചിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ കോടതിയിൽ തെളിവായി എത്തി. ഏറ്റവും സുപ്രധാനമായ ഒരു കേസ് തന്നെയായിരുന്നു ഈ സംഭവം. സ്ത്രീധനം എന്ന ഒരു മഹാവിപത്ത്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തയ്യാറാകണം. കേരളത്തിൽ വലിയ വിദ്യാസമ്പന്നരെന്ന് പറയുമ്പോഴും ഇത്തരമുള്ള ദുരാചാരങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ച് ഗവർണർ തന്നെ വിസ്മയയുടെ വീട് സന്ദർശിച്ച ഒരു കേസായിരുന്നു ഇത്. വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ ഗവർണർ തന്നെ നേരിട്ടെത്തുന്ന സാഹചര്യം. കിരൺകുമാറിന് സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട്, മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏറ്റവും മാതൃകാപരമായ നടപടിയായി തന്നെയാണ് അതിനെയും പൊതുസമൂഹം വിലയിരുത്തിയത്. ആദ്യം വിചാരണ കോടതി ശാസ്താംകോട്ട കോടതിയിലും 2 തവണ കൊല്ലം ജില്ലാ കോടതിയും പിന്നീട് ഹൈക്കോടതിയും കിരൺകുമാറിന്റെ ജാമ്യാപേക്ഷയെ തള്ളിയിരുന്നു. ജാമ്യം നൽകിയിരുന്നില്ല. പിന്നീട് സുപ്രീം കോടതിയിൽ പോയാണ് ഈ കേസിൽ പ്രതിക്ക് ജാമ്യം നേടാനായത്. ഈ കേസിലെ പ്രോസിക്യൂട്ടർ നേരത്തെ ഉത്തര കേസിലെ പ്രോസിക്യൂട്ടറായിരുന്ന മോഹൻരാജാണ്. വീട്ടുകാരുടെ ആവശ്യപ്രകാരം സർക്കാർ അതും അംഗീകരിക്കുകയായിരുന്നു. ഉത്തര കേസിൽ നമുക്കറിയാം, കൊല്ലത്ത് തന്നെ നടന്നതാണ്. ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ ഏതാണ്ട് 40 വർഷത്തോളം തടവ് ശിക്ഷയാണ് ആ കേസിലെ പ്രതിക്ക് ലഭിച്ചത്. അതേ പ്രോസിക്യൂട്ടർ തന്നെയാണ് ഈ കേസിലും വാദിഭാഗത്തിനായി വാദിച്ചത്. ഏതായിരുന്നാലും വലിയ സുപ്രധാനമായ, കേരളം ഏറെ ചർച്ച ചെയ്ത, വലിയ വേദനയുണ്ടാക്കിയ ഒരു കേസിലാണ് നാളെ വിധി വരാനിരിക്കുന്നത്. വിനോദ്, ഇപ്പോൾ നമ്മൾ കേട്ട സംഭാഷണത്തിൽ വിസ്മയ കരഞ്ഞു പറയുന്നുണ്ട്, അവിടെ നിൽക്കാനാകില്ല, എന്നെ അടിക്കുന്നു കിരൺ, അവിടെ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് അടക്കമുള്ള കാര്യം. ഇതൊക്കെ വലിയ നിർണായക ഫാക്ടർ ആകില്ല ഈ കേസിൽ? തീർച്ചയായും പെൺകുട്ടി അയച്ച ചിത്രങ്ങൾ ഉൾപ്പെടെയുണ്ട്. മുഖത്ത് ചവിട്ടേറ്റത്, അതുപോലെ തന്നെ ശാരീരികമായി ഉണ്ടായ ഉപദ്രവങ്ങൾ, ഇതിന്റെയൊക്കെ തന്നെയും ചിത്രങ്ങൾ കൂട്ടുകാരിക്കും വീട്ടുകാർക്കുമൊക്കെയും വിസ്മയ അയച്ചു കൊടുത്തിരുന്ന ആ കുട്ടി വളരെ പ്രയാസത്തോടെയാണ് ആ വീട്ടിൽ കഴിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിസ്മയുടെ വീട്ടിലെത്തിയും കിരൺകുമാർ വിസ്മയെ മർദ്ദിച്ച സംഭവം ഉണ്ടായി. വാഹനത്തിൽ കൊണ്ടുവരുന്ന വഴിയിലും മർദ്ദനമുണ്ടായിരുന്നു. ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലായി വിസ്മയെ ദേഹോദ്രവം ഏൽപ്പിച്ചതെല്ലാം സ്ത്രീധനത്തിന് വേണ്ടിയായിരുന്നു എന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ, വിദ്യാസമ്പന്നനാണ്, എന്നിട്ടും ഈ പ്രാകൃതമായ സമീപനം, മനസ്ഥിതി വെച്ചു പുലർത്തി എന്ന് തന്നെയാണ് ഈ പ്രതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്വർണം, അതോടൊപ്പം തന്നെ സ്വർണം കുറഞ്ഞുപോയി, വാങ്ങി സ്ത്രീധനമായി നൽകിയ കാറ് അത് ഇഷ്ടമായില്ല, പകരം വേറൊരു കാറ് വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ പെൺകുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നത്, മർദ്ദിച്ചിരുന്നത്. ഏതാണ്ട് 80 പവനോളം സ്വർണമാണ് നൽകിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പോരാഞ്ഞിട്ട് വീണ്ടും സ്വർണം ആവശ്യപ്പെടുകയായിരുന്നു. സ്ഥലം നൽകിയിരുന്നു. ഈ നൽകിയ കാറ് പോരാ എന്ന ആവശ്യം ഉന്നയിച്ച് ഉള്ള മർദ്ദനം. ഇത്തരത്തിൽ വലിയ ജീവിക്കാൻ സംവിധാനമുള്ള, ശേഷിയുള്ള, സർക്കാർ ഉദ്യോഗസ്ഥനായ, വിദ്യാസമ്പന്നനായ ഒരു യുവാവാണ് ഈ തരത്തിൽ ഭാര്യയോട് പെരുമാറിയത്. ആ യുവാവിന് ശാസ്താംകോട്ട കോടതി ജാമ്യം നൽകിയിരുന്നില്ല. കൊല്ലം ജില്ലാ കോടതി 2 തവണ ജാമ്യം നിഷേധിച്ചു. ഹൈക്കോടതി ജാമ്യം നൽകിയില്ല. പിന്നീട് സുപ്രീം കോടതിയിൽ പോയാണ് ജാമ്യം നേടിയത്. ഏതായിരുന്നാലും ഈ കേസിൽ വളരെ സുപ്രധാനമായ തീരുമാനം, വിധി നാളെ കോടതിയിൽ നിന്ന് ഉണ്ടാവാനിരിക്കുന്നു. സർക്കാരും ഈ കാര്യത്തിൽ വളരെ ആർജവമായ നടപടികൾ, ജാഗ്രതാ സമിതികൾ ഉൾപ്പെടെ താഴേത്തട്ടിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്, സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് തന്നെ കേരളത്തിൽ അങ്ങോളം
കാര്യമായ ചർച്ചകൾ ഉണ്ടാകുന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമാകേണ്ടി വന്നു എന്ന വേദന ഉള്ളപ്പോൾ തന്നെ ഈ ഒരു സംഭവത്തിന് പിന്നാലെ കേരളത്തിൽ വലിയ ചർച്ചകളും മാറ്റങ്ങളും സർക്കാർ സംവിധാനങ്ങളിലെ ഇടപെടലുകളും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളും ഒക്കെയും ഉണ്ടായി എന്ന ഒരു കാര്യം കൂടി ഒരു വശത്തുണ്ട്. സർക്കാരിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട്, സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രോസിക്യൂട്ടറെ കുടുംബം ആഗ്രഹിച്ചതുപോലെ തന്നെ ഉത്തര കേസിലെ പ്രോസിക്യൂട്ടറെ ഈ വിസ്മയയുടെ മരണം സംബന്ധിച്ച കേസിലും വീട്ടുകാരുടെ ആഗ്രഹം പ്രകാരം സർക്കാർ ആ പ്രോസിക്യൂട്ടറെ നൽകുകയും ചെയ്തു എന്നത് ഈ കേസിന്റെ ഒരു സവിശേഷതയാണ്. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലാണ് ഈ സംഭവം. ഗവർണർ തന്നെ വീട്ടിൽ നേരിട്ടെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. മന്ത്രിമാർ എത്തി, എംപിമാർ ആ വീട്ടിലേക്ക് എത്തി. ആകെ നാണക്കേടുണ്ടാക്കുന്ന, കേരളത്തിന് തന്നെ വളരെ സാംസ്കാരിക കേരളം എന്ന് പറയുമ്പോൾ തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് സ്ത്രീധനത്തിന് വേണ്ടി പെൺകുട്ടികളെ ഉപദ്രവിക്കുക എന്ന ഏറ്റവും ഹീനമായ പ്രവൃത്തി. അതിന് ഉചിതമായ ഒരു ശിക്ഷ ലഭിക്കുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു ആത്മഹത്യയാണ്. പീഡനം മൂലമുള്ള, മാനസികവും ശാരീരികവുമായുള്ള പീഡനം മൂലമുള്ള ഒരു ആത്മഹത്യയാണ് സംഭവിച്ചത്. അത് സംബന്ധിച്ച വകുപ്പുകളാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് സമാനമായ തരത്തിലുള്ള ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് ഏവരും കരുതുന്നത്. ശരി, വി വിനോദാണ് കൊല്ലത്ത് നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം അവസാനിപ്പിക്കുന്നു. കാവ്യ മാധവൻ കേസിൽ പ്രതിയാകില്ല. കാവ്യക്കെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നാണ് വിലയിരുത്തൽ. ദിലീപിന്റെ അഭിഭാഷകരെയും കേസിൽ നിന്ന് ഒഴിവാക്കും. ദിലീപിന്റെ സുഹൃത്ത് ശരത്ത് മാത്രമാണ് അധിക കുറ്റപത്രത്തിൽ പ്രതിയാവുക. ഇന്ധനവില കുറച്ചതിന്റെ ആശ്വാസത്തിൽ ജനം. വില കുറച്ചത് പ്രാബല്യത്തിൽ വന്നു. പെട്രോളിന്റെ കേന്ദ്ര എക്സൈസ് നികുതി ലിറ്ററിന് 8 രൂപയും ഡീസലിന്റേത് 6 രൂപയുമാണ് കുറച്ചത്. ആനുപാതികമായി സംസ്ഥാന നികുതി വിഹിതവും കുറയുന്നതിനാൽ കേരളത്തിൽ പെട്രോളിന് 10 രൂപ 41 പൈസയും ഡീസലിന് 7 രൂപ 36 പൈസയും കുറഞ്ഞു. വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം പെട്രോൾ വില കൂടിയതിന് ശേഷം. ഇപ്പം മീറ്ററിൽ 30 ആയിട്ടുണ്ടെങ്കിലും ഈ ഡബിൾ ചാർജിലാണ് ഇപ്പം കിടക്കുന്നത്. 117 ചില്ലറ. നമുക്ക് ഓയിലും കൂടെ ചേർത്ത് അടിക്കുമ്പോഴത്തേക്ക് അത് കൂടും. വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്കാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. വേറെ സർക്കാർ ജീവനക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ അവർക്ക് തോന്നത്തില്ല. നല്ലൊരു വർത്തമാനമാണ്. വളരെ സന്തോഷം തോന്നുന്നു. ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു എന്ന് തീർച്ചയായും തോന്നുന്നു. കേരള ഗവൺമെൻറ്റും കൂടെ ഇതിൽ കുറച്ച് നികുതിയുടെ കുറവ് തന്നാൽ വളരെ നന്നായിരിക്കും. ഇന്ധന നികുതി ആനുപാതികമായി കുറയ്ക്കാൻ സംസ്ഥാനം തയ്യാറാകണമെന്ന് ഉമ്മൻചാണ്ടി. ഇക്കാര്യത്തിൽ UDF സർക്കാരിന്റെ മാതൃക പിന്തുടരണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആശ്വാസം മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടത്തുള്ളൂ, ഞങ്ങളൊന്നും ചെയ്യത്തില്ല എന്നുള്ള നിലപാട് ഒരിക്കലും ശരിയല്ല. UDF ഗവൺമെന്റ് കൂടിയ വിലയുടെ അധിക നികുതി 4 പ്രാവശ്യം ഒഴിവാക്കി 618 കോടി രൂപയുടെ ആനുകൂല്യം ജനങ്ങൾക്ക് നൽകിയത് ഇവരെ ഒരു മാതൃകയാക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കൂട്ടിയിട്ടില്ലെന്ന വാദം ജനങ്ങളെ കബളിപ്പിക്കലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്രം നികുതി കൂട്ടുമ്പോൾ സംസ്ഥാന സർക്കാർ സന്തോഷിക്കുന്നു. കേന്ദ്രം വില കൂട്ടിയപ്പോൾ ലഭിച്ച അധിക വരുമാനം കേരളം വേണ്ടെന്ന് വെക്കണം. ഇപ്പോൾ വില കുറച്ചത് നാമമാത്രമാണെന്നും സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. ഇന്ധനവില കുറച്ചതോടെ പണപ്പെരുപ്പം പിടിച്ചു നിർത്താനാകുമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ. കമ്പി, സ്റ്റീൽ എന്നിവയുടെ വില കുറയുന്നതോടെ നിർമ്മാണ മേഖലയും സജീവമാകും. വളത്തിന്റെ സബ്സിഡി വർദ്ധിപ്പിച്ചത് കാർഷിക മേഖലയ്ക്കും ഉണർവേകും. രാജ്യത്ത് വിലക്കയറ്റം അതിരൂക്ഷമായ പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. അവശ്യവസ്തുക്കളുടെ വില കുത്തനെ ഉയർന്നതാണ് കേന്ദ്ര സർക്കാരിനെ പ്രധാന തീരുമാനങ്ങളെടുക്കാൻ പ്രേരിപ്പിച്ചത്. നികുതി ഇളവ് നൽകിയതിലൂടെ കേന്ദ്ര സർക്കാരിന് പ്രതിവർഷം ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ വിലക്കയറ്റം തടയാനായില്ലെങ്കിൽ ഗുരുതര പ്രതിസന്ധിയുണ്ടാകുമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ് കൂടി കണക്കിലെടുത്താണ് തീരുമാനം. പെട്രോൾ, ഡീസൽ വില കുറയുന്നതിനൊപ്പം ഗാർഹിക പാചകവാതകത്തിന് 200 രൂപ സബ്സിഡി ലഭിക്കുന്നത് സാധാരണ കുടുംബങ്ങൾക്ക് ആശ്വാസമാകും. നേരത്തെ പല ഘട്ടങ്ങളിലായി നിർത്തലാക്കിയ സബ്സിഡിയാണ് പുനഃസ്ഥാപിച്ചത്. കാർഷിക മേഖലയിലെ ചിലവ് വർദ്ധിച്ചിരിക്കെയാണ് വളത്തിന്റെ സബ്സിഡി ഉയർത്തിയത്. കഴിഞ്ഞ ബജറ്റിൽ 1.05 കോടി രൂപയായിരുന്നു വാർഷിക സബ്സിഡിയായി പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെയാണ് 1.1 കോടി രൂപ കൂടി നൽകുന്നത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തുക്കളുടെ നികുതി കുറച്ചതും വിപണിയിൽ പ്രതിഫലിക്കും. കമ്പി, സ്റ്റീൽ, അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി തീരുവയും കുറച്ചു. ഇതിലൂടെ ഇവയുടെ വിലയും കുറയും. സിമന്റിന്റെ വില കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ നിർമ്മാണ മേഖല കൂടുതൽ സജീവമാകും. ന്യൂസ് 18 ഡൽഹി.
KSRTCയിൽ മെയ് മാസത്തെ ശമ്പള വിതരണത്തിനായി സർക്കാർ സഹായം തേടി മാനേജ്മെന്റ് 65 കോടി ആവശ്യപ്പെട്ട് മാനേജ്മെന്റ് സർക്കാരിന് കത്ത് നൽകി. അതേസമയം ഏപ്രിൽ മാസത്തെ ശമ്പള വിതരണം നാളെ പൂർത്തിയാകും. KSRTCയിൽ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഏപ്രിൽ മാസത്തെ ശമ്പള വിതരണം തുടങ്ങിയെങ്കിലും പൂർണ്ണമായി നൽകിയിട്ടില്ല. 800ഓളം ഉദ്യോഗസ്ഥർക്കാണ് ഏപ്രിൽ മാസത്തെ ശമ്പളം ഇനി കിട്ടാനുള്ളത്. ഇതിനായി 6 കോടി രൂപ വേണം. ഇന്നത്തെയും നാളത്തെയും ദിവസവരുമാനം ഉപയോഗിച്ച് ശമ്പള വിതരണം പൂർത്തിയാക്കുമെന്നാണ് KSRTC അറിയിക്കുന്നത്. മെയ് മാസത്തെ ശമ്പള വിതരണത്തിനായി 65 കോടി രൂപ ആവശ്യപ്പെട്ട് മാനേജ്മെന്റ് സർക്കാരിന് കത്ത് നൽകി. അടുത്ത മാസവും സർക്കാർ കനിഞ്ഞാൽ മാത്രമേ ശമ്പള വിതരണം കൃത്യമായി നടക്കുകയുള്ളൂ. എന്നാൽ എല്ലാ കാലത്തും ശമ്പളത്തിനായി സഹായം നൽകാൻ സാധിക്കില്ലെന്നാണ് സർക്കാർ നിലപാട്. അടുത്ത മാസവും ശമ്പള കരാർ പ്രകാരം 5-ാം തീയതിക്കുള്ളിൽ ശമ്പളം ലഭിച്ചില്ല എങ്കിൽ അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നാണ് CITU അടക്കമുള്ള യൂണിയനുകൾ നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. ലക്ഷദ്വീപ് തീരത്തെ 1500 കോടി രൂപയുടെ ഹെറോയിൻ വേട്ടയിൽ പാകിസ്ഥാൻ ബന്ധം സ്ഥിരീകരിച്ച് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ലഹരി വസ്തുക്കൾ കടത്തുന്ന സംഘമാണ് പിടിയിലായതെന്നാണ് കണ്ടെത്തൽ. അറസ്റ്റിലായ 2 തിരുവനന്തപുരം സ്വദേശികളുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചു. DRI കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് ന്യൂസ് 18 ലഭിച്ചു. ലിറ്റിൽ ജീസസ് പ്രിൻസ് ബോട്ടുകളിൽ നിന്നാണ് 1526 കോടി രൂപയുടെ ഹെറോയിൻ DRIയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ചേർന്ന് പിടിച്ചെടുത്തത്. പഞ്ചസാര എന്ന വ്യാജേനയായിരുന്നു ഹെറോയിൻ കടത്ത്. ഹബീബ് ഷുഗർ മിൽസ് ലിമിറ്റഡ് പ്രോഡക്റ്റ് ഓഫ് പാകിസ്ഥാൻ എന്ന് കവറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിലെ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ ലഹരി കടത്തിൽ നേരിട്ട് പങ്കാളികളാണ്. 5 മുതൽ 20 വരെയുള്ള പ്രതികൾ ലഹരി കടത്തിനെ കുറിച്ച് അറിയില്ലെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. പിടിച്ചെടുത്ത ബോട്ടുകളിൽ മത്സ്യബന്ധന സാമഗ്രികൾ ഒന്നുമില്ലായിരുന്നതിനാൽ എല്ലാവർക്കും ഹെറോയിൻ കടത്തിനെ കുറിച്ച് അറിയാമായിരുന്നുവെന്നാണ് DRI കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി സുജൻ ടി, വിഴിഞ്ഞം സ്വദേശി ഫ്രാൻസിസ് ഡി എന്നിവരാണ് അറസ്റ്റിലായ മലയാളികൾ. 20 പ്രതികളെയും കോടതി ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് DRI കോടതിയിൽ അപേക്ഷ നൽകും. ലഹരി കടത്തിൽ NIAയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പ്രചാരണാവേശത്തിൽ തൃക്കാക്കര. LDF പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് തൃക്കാക്കരയിൽ. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മണ്ഡലത്തിൽ തങ്ങിയാണ് UDF പ്രചാരണം ഏകോപിപ്പിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കുറച്ചത് പ്രചാരണം ആയുധമാക്കാൻ ആണ് BJP നീക്കം. അതേസമയം ജനക്ഷേമ സഖ്യം ഇന്ന് നിലപാട് പ്രഖ്യാപിക്കാനിരിക്കെ പ്രതീക്ഷയിലാണ് മുന്നണികൾ. തൃക്കാക്കരയിൽ മന്ത്രിമാരെ കണ്ട് ജനങ്ങൾ പേടിക്കില്ലെന്ന് K മുരളീധരൻ പറഞ്ഞു. മിക്ക മന്ത്രിമാരെയും ജനങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെയെങ്കിലും അറിയട്ടെ എന്നും മുരളീധരൻ പരിഹസിച്ചു. ഈ മന്ത്രിമാരെ കണ്ടിട്ട് എന്താ ജനം പേടിക്കുവോ? ഈ മന്ത്രിമാരൊക്കെ ഇപ്പോ ഇറങ്ങിയിട്ടുള്ള മന്ത്രിമാരാരാണെന്ന് പലർക്കും ജനത്തിന് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ പല മന്ത്രിമാരെയും ജനത്തിന് അറിഞ്ഞുകൂടാ. അപ്പൊ അവരെയൊക്കെ ജനത്തിനൊന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. വോട്ട് ഞങ്ങൾക്ക് കിട്ടും. മന്ത്രിമാര് ജനങ്ങളെ ഒന്ന് നേരിട്ട് കണ്ട് പരിചയപ്പെട്ടോട്ടെ. KV തോമസ് എവിടെയെന്ന വലിയ ആരോപണം ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഇപ്പോൾ KV തോമസ് ന്യൂസ് 8നോടൊപ്പം ചേരുകയാണ്. തത്സമയ സംപ്രേഷണം. അദ്ദേഹം ക്യാൻസർ ഒന്നും വരുന്നില്ല. അതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ ആശുപത്രിയിലാണ്. പിന്നീടുള്ള ദിവസം ഇതെല്ലാം കേരളത്തിലെ എല്ലാ പത്രങ്ങളും കൊടുത്താണ് ഫ്രണ്ട് പേജിൽ. സതീശൻ പത്രം വായിക്കുന്ന ആളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതെല്ലാം കണ്ടിട്ട് പോലും മാനുഷികമായൊരു പരിഗണന എന്നെ വിളിച്ച്, അദ്ദേഹം വിളിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം കോൺഗ്രസ് പ്രസിഡന്റ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, കത്ത് തന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഗവർണർ വിളിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടി വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അതാണല്ലോ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ മഹത്വം കാണിക്കുന്നത്. മാഷെ, ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാകുമോ? LDF എന്തെങ്കിലും ചുമതലകൾ നിർവഹിച്ച് നൽകിയിട്ടുണ്ടോ? ഞങ്ങൾ വളരെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആ പ്ലാനിനൊരു വ്യത്യാസം വന്നത് കഴിഞ്ഞ 12-ാം തീയതി മുതലാണ്. 12-ാം തീയതി മുതൽ തൃശ്ശൂരിൻ്റെ സഹോദരൻ്റെ കൂടെ അതിനുശേഷം പ്രാർത്ഥനാ ദിവസങ്ങളൊക്കെയാണ് ഞങ്ങളൊരു കത്തോലിക്ക സമൂഹത്തിൽ, അതുമാതിരി പ്രാർത്ഥനാ സമൂഹത്തിലാണ്. അപ്പോൾ അതിൽ പങ്കെടുത്ത് അതിനിടയിൽ ഞാൻ ഇവിടെ വരികയുണ്ടായി. പിന്നെ എൻ്റെ പ്രവർത്തന ശൈലി എല്ലാവർക്കും അറിയാം. ഞാൻ 7 തിരഞ്ഞെടുപ്പുകൾ നേരിട്ട് നേതൃത്വം കൊടുത്താണ്. ചെണ്ട കൊട്ടി ബഹളം കൊട്ടിയല്ല, നമ്മൾ നേരിട്ട് ജനങ്ങളിലേക്ക്. ഞാൻ 2 പ്രാവശ്യം അസംബ്ലി മത്സരിച്ചപ്പോൾ നടന്നാണ് പോയത്. വാഹനത്തിൽ കയറിയത് അവസാനത്തെ 1-2 ദിവസം മാത്രം.
ഞാൻ എല്ലാവരും നേരിട്ട് ബന്ധപ്പെടുക. ഞാനിപ്പോൾ ബന്ധപ്പെട്ട ആളുടെ പേര് പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെ മാറ്റം ഉണ്ടായിട്ട് ചില സമൂഹങ്ങൾ UDFിൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞവരൊക്കെ പിന്നീട് സമദൂര സമീപനം എടുത്തിട്ടുണ്ട്. വാരാപ്പുഴ അതിരൂപതയാണോ? അതിലൊന്നും പറയുന്നില്ല, ഇതൊക്കെ നിങ്ങളൊക്കെ പുറത്ത് കണ്ടാൽ മതി. അതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി UDFിന് പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞവർ അവരൊക്കെ 2 ദിവസം കഴിയുമ്പോൾ എങ്ങോട്ട് പോകും എന്ന് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെയുള്ള സമൂഹങ്ങൾ, അത് ഈ റിലീജിയസ് സമൂഹങ്ങൾ മാത്രമല്ല, അല്ലാത്ത സമൂഹങ്ങൾ അവരെ. പിന്നെ എനിക്ക് വ്യക്തിപരമുള്ള ഒത്തിരി ആളുകളുണ്ട്, എൻ്റെ വിദ്യാർത്ഥികൾ, എന്നോടൊപ്പം പഠിപ്പിച്ച ആളുകൾ. ഈ തൃക്കാക്കര എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ വീട് കൂടിയാണ്. അവിടെയൊക്കെ ഞാൻ ഫോണിൽ വിളിക്കാറുണ്ട്, എന്നെ വിളിക്ക് കയറാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രവർത്തന ശൈലിയാണ്. അതുപോലെ സതീഷിനെ പോലെ, സുധാകരനെ പോലെ ബഹളം കൂട്ടലും രാഷ്ട്രീയ ശത്രുക്കളെ ചീത്ത പറയിപ്പിക്കലും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സഹോദരൻ്റെ മരണത്തിൽ ദുഃഖം കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒത്തിരി സന്ദേശങ്ങൾ വന്നു. അതിൻ്റെ പുറകെ താഴെ നമ്മുടെ ബ്രിഗേഡ് എഴുതിയ വാചകങ്ങളൊക്കെ മനുഷ്യർക്ക് ചേർന്നവല്ല, ഒരു ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരും. അതുപോലെ സഭയുമായി ബന്ധപ്പെട്ടുള്ളൊരു പാലമായിട്ടാണ് മാഷിനെ ഇടതുപക്ഷം നോക്കിക്കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സഭയ്ക്ക് വലിയൊരു സ്വാധീനമുള്ള പ്രദേശത്തൂടെയാണ് നടക്കുന്നത്. അത്തരത്തിലൊരു പാലമായി മാഷ മാറുന്നു. പാലത്തിൽ കൂടി ഇപ്പോൾ വാഹനങ്ങൾ പുറത്തു പറയാറില്ല. പാലത്തിൽ കൂടി വാഹനങ്ങൾ വരും, വ്യക്തികൾ വരും. എന്തായാലും ഇത്തരത്തിൽ വാരാപ്പുഴ അതിരൂപത ചില UDF അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു. അക്കാര്യത്തിൽ മാഷിൻ്റെ എന്തെങ്കിലും ഇടപെടലുകൾ? ഞാൻ പറയേണ്ട കാര്യമില്ല, സഭയാണല്ലോ പറയുന്നത്. സഭയ്ക്ക് സഭയുടേതായ സംവിധാനങ്ങൾ. അതുപോലെ ആർ ജോർജ് ആലഞ്ചേരിയുടെ നിലപാടിന് ഒക്കെ ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ സമീപനം എന്ന നിലയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു? ഇതാ ഒരു സഭയുടെ തലവൻ. ഈ എറണാകുളം അങ്കമാലി അതിലൂടെ മാത്രമല്ല, സീറോ മലബാർ സഭയുടെ തലവനാണ്, സിനഡിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ്, അവർക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അപ്പം അവർ പറയുന്നതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എനിക്ക് അവരുമായി സുഹൃത ബന്ധമുണ്ട്. അത് ഇലക്ഷൻ കണ്ടുണ്ടായ സുഹൃത്ത് ബന്ധമല്ല, എത്രയോ വർഷങ്ങളായി സഭ നേരിട്ട പ്രശ്നം. ഞാനിന്ന് ഓർക്കും, കൊല്ലത്ത് വെടിവെപ്പ് നടന്നൊരു മത്സ്യത്തൊഴിലാളി മരിച്ചപ്പോൾ അന്ന് പിതാവിൻ്റെ സ്ഥാനാരോഹണമാണ് കരുതനാളായിട്ട്. അന്ന് എനിക്ക് മാർപ്പാപ്പ തിരുമേനി കുർബാന നൽകി, എനിക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരൻ. അത് പിതാവ് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ വന്നപ്പോൾ ഇവിടെ ആരോപണം ഉണ്ടായി, കർദിനാളും മാഷും കൂടി ആ കൊല ചെയ്യപ്പെട്ട കാര്യങ്ങൾ സെറ്റിൽ ചെയ്യും എന്ന രീതിയിൽ അന്ന് പ്രചാരം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ ബന്ധമുണ്ട്. ആ ബന്ധം വ്യക്തിബന്ധവും സഭാപരമായ ബന്ധങ്ങളും. ആ സഭയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം ഇടതുപക്ഷത്തിന് അനുകൂലമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തുന്നു. ഞാൻ ഇതിൻ്റെ കെ.വി. തോമസ് തൃക്കാക്കരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കായി വോട്ട് ചോദിച്ച് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ന്യൂസ് 8-നൊപ്പം ചേരുകയായിരുന്നു. തൃക്കാക്കരയിലെ LDF പ്രകടന പത്രിക പ്രഹസനമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വെള്ളക്കെട്ടിനും മാലിന്യ സംസ്കരണത്തിനും നടപടിയില്ല. മാനിഫെസ്റ്റോയ്ക്ക് കടലാസിന്റെ വില പോലും ജനങ്ങൾ നൽകില്ലെന്നും സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. ഇന്നലെ തൃക്കാക്കര നിയോജകമണ്ഡലത്തിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു മാനിഫെസ്റ്റോ LDF പുറത്തിറക്കി. അത് തികഞ്ഞ കാപട്യവും പ്രഹസനവുമാണ്. കഴിഞ്ഞ 6 വർഷമായി ഈ കൊച്ചി നഗരത്തിന് വേണ്ടിയും ഈ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയും ചെറുവിരൽ അനക്കാത്ത സർക്കാരാണ് പിണറായി സർക്കാർ. കഴിഞ്ഞ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നഗരസഭ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ 3 കൊല്ലക്കാലം അതിന്റെ അനുമതികൾ കൊടുക്കാതെ തടസ്സപ്പെടുത്തി. എന്നിട്ട് ഇപ്പോൾ കരാർ റദ്ദാക്കി. പോസിറ്റീവായ നിലപാടുകൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. അവരാണ് ഇപ്പോൾ തൃക്കാക്കരയിൽ വലിയ വികസനം കൊണ്ടുവരും എന്നുള്ള വാഗ്ദാനം നൽകുന്നത്. ഈ വാഗ്ദാനം, അതിൻ്റെ കടലാസിന്റെ വില പോലും തൃക്കാക്കരയിലെ ജനങ്ങൾ കൽപ്പിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഒരർത്ഥവും ഇല്ലാത്ത വാഗ്ദാനങ്ങളാണ് അവർ നൽകുന്നത്. വിദ്വേഷ പ്രസംഗത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളപ്പെട്ട PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഊർജിതമാക്കി പോലീസ്. പാലാരിവട്ടം പോലീസാണ് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുക. ഇന്നലെ ജോർജിനെ അറസ്റ്റ് ചെയ്യാനായി വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. PC ജോർജിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് കെ മുരളീധരൻ MP. അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസ് നാടകം കളിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ സന്തോഷിപ്പിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ആന്ധ്രാപ്രദേശിലെ
രായലസീമയ്ക്കും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് മഴയ്ക്ക് കാരണം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീന ഫലമായി കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴയും വരും ദിവസങ്ങളിൽ ലഭിക്കും. 27ഓടെ കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. തോമസ് കപ്പിൽ ചരിത്ര വിജയം നേടിയ ബാഡ്മിന്റൺ താരങ്ങളുമായി സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളി താരം HS പ്രണോയ്, K ശ്രീകാന്ത് അടക്കമുള്ള താരങ്ങളുമായാണ് മോദി സംവദിച്ചത്. തോമസ് കപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി കിരീടം നേടിയ താരങ്ങളെ അഭിനന്ദിക്കുന്നതായും ഇത് ചെറിയ നേട്ടമല്ലെന്നും മോദി പറഞ്ഞു. मतलब जब आप मिलते हैं तो हमारा काफ़ी हम लोग मोटिवेटेड फील करते हैं, वो फ़ोन कॉल के बाद भी। और जब भी आप मिलते हैं तो मैं यही चाहूँगा कि मैं ऐसे ही इंडिया के लिए मेडल जीतता रहूँ और आपसे मिलता रहूँ और बाल मिठाई लाता रहूँ. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.